അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമും സൂപ്പർ താരം ലയണൽ മെസ്സിയും കേരളത്തിൽ എത്തില്ല. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം. നവംബർ 17 മെസ്സി നയിക്കുന്ന അർജന്റീനിയൻ ടീം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഫിഫയിൽ നിന്നുള്ള അനുമതി കിട്ടാത്തതാണ് അർജന്റീനിയൻ ടീം വരാത്തതിന് പിന്നിലെന്നും മാർച്ചിൽ മെസ്സി വരുമെന്നും സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജൻറ്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു, നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി, ഈ വർക്ക് തീർച്ചയായും അടുത്ത ആഴ്ച കിട്ടും, അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല, ഒരു കളിക്കാർക്ക് ഏത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. അതേസമയം മെസ്സിയുടെ വരവ് മുടക്കാൻ നമ്മുടെ നാട്ടിലെ ചിലർ മെയിൽ അയച്ചെന്ന വിചിത്രമായൊരു മറുപടിയായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകിയത്. ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യം ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, മന്ത്രി പറയുന്നു നാട്ടിൽ നിന്ന് ആരോ മെയിൽ അയച്ചു, ഈ ഊമക്കത്ത് അയച്ചു എന്നൊക്കെ പറയുന്നത് പോലെ. സ്പോൺസർ പറയുന്നു മാധ്യമങ്ങൾ ഇതിനെതിരെ വലിയ പ്രചാരണം നടത്തി, അത് തിരിച്ചടിയായി. പക്ഷേ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ നാഷണൽ ടീമിന് പോലും കളിക്കാൻ ഫിഫയോ AFCയോ അനുമതി നൽകാത്ത ഒരു സ്റ്റേഡിയമാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ ഫിഫയുടെ അനുമതി കിട്ടി അവിടെ മത്സരം നടക്കുമെന്നാണ് നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്പോൺസർ ഉൾപ്പെടെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഈ അവകാശവാദത്തെ പലതവണ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ആ ചോദ്യം ചെയ്യലിനൊക്കെ സമയത്ത് അതെന്തോ ഒരു സ്പോർട്സ് വിരുദ്ധമായ, അല്ലെങ്കിൽ ആ വലിയ ശ്രമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ സത്യത്തിൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത അവകാശവാദങ്ങളായിരുന്നില്ലേ ഇന്ന് രാവിലെ വരെ ഇവരൊക്കെ നടത്തിയത്? എന്തായാലും ഇപ്പോൾ ഒരു സ്ഥിരീകരണം, ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിലേക്ക് വരില്ല, ഈ വർഷം വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ്റെ വാക്കുകൾ വിശ്വസിച്ച ആരാധകർക്ക് കടുത്ത നിരാശ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു വിവരം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫിഫ അനുമതി നൽകുന്നത് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് അനന്തമായി വൈകുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ വിൻഡോ ഓപ്പൺ ആയതിൽ ഈ മത്സരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം 2026 മാർച്ചിലെ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അടുത്ത മാർച്ചിൽ ഈ കേരളത്തിലേക്ക് അർജന്റീനയും ഒപ്പം തന്നെ മെസ്സിയും വരുന്ന ഒരു മത്സരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു FB പോസ്റ്റ് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ മാധ്യമപ്രവർത്തകരെ അവഹേളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പഴിചാരിക്കൊണ്ടുള്ള ചില പ്രതികരണം മാത്രമായിരുന്നു നടത്തിയത്. അതായത് ഫിഫയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളി നടക്കാതെ പോയത്, മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കാലയളവിലെല്ലാം താൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മെസ്സി വരില്ല എന്ന് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകി, അത് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത് എന്നുള്ള ഒരു പരാമർശമായിരുന്നു ആൻഡ്രോ അഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റൊന്ന്, ഈ സ്റ്റേഡിയം നവീകരണം അത് ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം പലതവണ ആൻഡ്രോ അഗസ്റ്റിൻ തന്നെ നടത്തിയത്
നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള കാര്യം അത് ഈ സ്റ്റേഡിയം നവീകരണത്തിന്റെ കാലതാമസം ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടും നമ്മളോടും തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ ഇപ്പോൾ ആൻഡോ ഓഗസ്റ്റിൻ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ വാക്കുകളാണ്. അത് വളരെ വിചിത്രമായ ചില വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സ്റ്റേഡിയമാണ് വില്ലനായത്, സ്റ്റേഡിയത്തിലെ പണി പൂർത്തീകരിക്കാൻ ആയില്ല, ഈ കുറഞ്ഞ കാലയളവിൽ എങ്ങനെ പണിയൊക്കെ തീർത്ത് അനുമതി നേടാനാകുമെന്നുള്ള ചോദ്യം ഇങ്ങോട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അത് തന്നെയായിരുന്നു നമ്മൾ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പണി തീർക്കാനാകുമെന്നുള്ളത്. പക്ഷേ അപ്പോഴും അതെല്ലാം സ്പോൺസർമാരും അതിൻ്റെ അധികൃതരും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മെസ്സി നവംബർ 17 തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടും, ആരാധകർക്ക് ഒരു തരത്തിലും നിരാശരാകേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് മന്ത്രിയും പറഞ്ഞതാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ സ്റ്റേഡിയത്തിന് പുറമെ മറ്റൊരു ചില വിചിത്രവാദങ്ങൾ കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ചിലർ, നമ്മുടെ നാട്ടിലുള്ള ചിലർ ഫിഫയ്ക്ക് മെയിൽ അയച്ചു, ഒരു തരത്തിലും അർജന്റീന ടീം ഇവിടേക്ക് വരരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതാണ് മറ്റൊരു കാരണമായി, അല്ലെങ്കിൽ ഈ ഇപ്പോൾ മെസ്സിയും അർജന്റീനയും ഈ വിൻഡോ ഓപ്പൺ ആയ സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണമായി മന്ത്രി പറയുകയും ചെയ്യുന്നത്. ഇതൊക്കെ സാമാന്യം ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രതികരണമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ മറ്റൊരു കാര്യം കൂടി സ്പോൺസർ പറയുന്നുണ്ട്. അതായത് അടുത്ത വർഷം 2026 മാർച്ച് മാസത്തിൽ അടുത്ത വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിൽ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമായിരുന്നു എതിരെങ്കിൽ അന്ന് ആരുമായി കളിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, 2026 ലോകകപ്പ്, ഫിഫ ലോകകപ്പ് മത്സരം ജൂണിൽ നടക്കാൻ പോവുകയാണ്, 2026 ജൂണിൽ. അപ്പോൾ മാർച്ച് മാസത്തിൽ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഈ 2 മാസത്തിന് മുന്നോടിയായി എങ്ങനെ കേരളത്തിൽ വന്ന് മെസ്സിയും ഒപ്പം തന്നെ അർജന്റീനൻ ടീമും വന്ന് കളിക്കുമെന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വന്ന് കളിക്കാൻ അവർ തയ്യാറായാൽ പോലും തന്നെ മറ്റേത് ടീമായിരിക്കും വരാൻ പോകുന്നത്, അപ്പോൾ മെസ്സി ഉണ്ടാകുമോ ഈ ടീമിൽ എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാർച്ച് മാസത്തിലെ 2 സൗഹൃദ മത്സരങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അതിൽ ഒരു മത്സരത്തിൽ സ്പെയിനുമായി അർജന്റീനൻ ടീം കളിക്കുമെന്നുള്ളതാണ്. ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വന്നില്ല എങ്കിൽ പോലും തന്നെ സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി സ്പെയിനുമായി ഖത്തറിൽ ആദ്യ മത്സരം കളിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ മത്സരത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിലാകുമോ എന്നുള്ളതാണ്. അത് സ്പോൺസർ പറയുന്നതനുസരിച്ച് ആണ് എങ്കിൽ, അത് നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ മത്സരത്തിന് മെസ്സിയും അർജന്റീനയും എത്തിയേക്കാം. പക്ഷേ മിഥുൻ, ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ നവംബർ വിൻഡോയെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ പലതവണ ഈ നവംബർ വിൻഡോ പോസിബിൾ ആവുമോ, ഇത്ര കുറഞ്ഞ സമയത്തിൽ നമുക്ക് സ്റ്റേഡിയം എല്ലാം ശരിയാക്കി കൊണ്ടുവരാൻ കഴിയുമോ, ഫിഫയുടെ അനുമതി നേടാൻ കഴിയുമോ, ഇങ്ങനെ പല സംശയങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ അതിനോടൊപ്പം പറഞ്ഞിരുന്നു മാർച്ചിൽ അടുത്ത വിൻഡോ ഉണ്ട്, അപ്പോൾ നടക്കുമോ എന്ന ചോദ്യത്തിന് മാർച്ചിൽ ഒരു കാരണവശാലും അത് നടക്കില്ലെന്നായിരുന്നു സ്പോൺസറും മന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. കാരണം ഇതേ ഇപ്പം മിഥുൻ സൂചിപ്പിച്ച ഇതേ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ, അതിന് തൊട്ട് പിന്നാലെയാണ് ലോകകപ്പ് വരുന്നത്, അപ്പോൾ അത് പ്രാക്ടിക്കലി സാധ്യമല്ല എന്ന ഉത്തരമാണ് അന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് സാധിക്കുമോ, അതാണ് മറ്റൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് കളിക്കാൻ തയ്യാറാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അവർ കളിക്കുമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പക്ഷേ അവകാശവാദങ്ങൾ പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഇത് 3 ഘട്ടങ്ങളായാണ് ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വരുന്നത്. ഒരു ടീം കളിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിൽ ആദ്യം അവർ കരാറിൽ ഏർപ്പെടുക, ആ കരാർ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തുക കൈമാറിയതിനു ശേഷം കരാറിൽ ഒപ്പിടുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അവർ തന്നെ ആദ്യഘട്ടത്തിൽ പുറപ്പെടുവിക്കും. ഇങ്ങനെ ഒരു വിൻഡോയിൽ ഓപ്പൺ ആകുന്നതോടുകൂടി അന്നൊരു മത്സരത്തിന് ഇത്തരത്തിൽ ഏത് രാജ്യത്ത് വെച്ചാണോ ആ രാജ്യത്ത് വെച്ച് കളിക്കാൻ തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം AFയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ആദ്യം വന്നിരുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ഈ പ്രതിനിധി സംഘം, AFയുടെ പ്രതിനിധി സംഘം എവിടെ വെച്ചാണോ, ഏത് രാജ്യത്ത് വെച്ചാണോ മത്സരം നടക്കുന്നത് ആ രാജ്യത്തെത്തുക, അവിടുത്തെ ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണോ മത്സരം നടക്കേണ്ടത് ആ സ്റ്റേഡിയത്തിലെ ക്രമീകരണങ്ങൾ പരിശോധിക്കണം. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഒപ്പം തന്നെ ഈ താരങ്ങളുടെ താമസ സൗകര്യം അടക്കം അത് ഏത് തരത്തിലാകുമെന്നുള്ള കുറച്ചധികം മാനദണ്ഡങ്ങൾ
ഈ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കും. അതൊക്കെ പാലിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ ആ റിപ്പോർട്ട് ഇവർ AFAക്ക് കൈമാറൂ. അതിനനുസരിച്ചായിരിക്കും അടുത്ത ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. പക്ഷേ രണ്ടാം ഘട്ടം എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഒരു തരത്തിലും പൂർത്തീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. അതായത് 70 കോടി രൂപ മുടക്കി ദ്രുതഗതിയിൽ സ്റ്റേഡിയത്തിന് നവീകരണം പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു. അപ്പോഴും പലരും ചോദ്യം ഉയർത്തിയിരുന്നു. അതായത് ഇത്രയും കുറഞ്ഞ നാളുകൾ കൊണ്ട് എങ്ങനെ ഈ സീറ്റുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ, അതായത് ഇവർ പറയുന്നതനുസരിച്ച് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റേഡിയം നവീകരിക്കാനാകുമെന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴും ആൻഡ്രൂ അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട, അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ മാനദണ്ഡം പാലിക്കാത്തതാണ് ഇവിടെ വലിയ രീതിയിൽ തിരിച്ചടിയായത് എന്നുള്ളത് ആണ് ഇത്തരത്തിൽ അർജന്റീന മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് 2 ആഴ്ച മുമ്പേ നമ്മൾ തന്നെ ന്യൂസ് 18 തന്നെ വാർത്ത നൽകുകയും ചെയ്തായിരുന്നു. അവിടുത്തെ പ്രമുഖ ജേർണലിസ്റ്റ് ഗ്യാസ്റ്റൻ എഡ്യൂൾ അടക്കം സ്പോർട്സ് ജേർണലിസ്റ്റ് ഗ്യാസ്റ്റൻ എഡ്യൂൾ ഇത് സംബന്ധിച്ചുള്ള ചില കുറിപ്പുകൾ എക്സിൽ കുറിച്ചിരുന്നു. മറ്റൊന്ന് ലാ നാസിയോൺ എന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇത് സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അവിടുത്തെ മത്സരം റദ്ദാക്കിയെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ആൻഡ്രൂ അഗസ്റ്റിന്റെ പ്രതികരണം തേടിയപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ പറയാനും സാധിക്കും, ഒരു ജേർണലിസ്റ്റ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഇങ്ങനെ ഔദ്യോഗികമായി റദ്ദാക്കിയെന്ന് പറയാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്. അതായത് ഇത്തരത്തിൽ വിൻഡോ ഓപ്പൺ ആകുന്നത് എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തത്. അതായത് ഇവിടുത്തെ സ്പോർട്സ് ലേഖകന്മാരൊക്കെ ഇതൊന്നും അറിയാത്തവരാണ് എന്ന് പഴിചാരുകയാണ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും പല ചോദ്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ ആൻഡ്രൂ അഗസ്റ്റിന് ആയിട്ടില്ല എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ശുഭിതരായി മാത്രമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതേ രീതിയിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തിയിരുന്നത് രണ്ടാമത്തെ ടീം, അതായത് അർജന്റീനൻ ടീം വരുമെങ്കിൽ അവർക്ക് എതിരായ ഒരു ടീം വേണമല്ലോ മത്സരിക്കാൻ, അത് ഓസ്ട്രേലിയൻ ടീം വരുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഇതേ മാനദണ്ഡം പാലിക്കേണ്ടതായിട്ട് അവർക്കുമുണ്ട്. അവരുടെ പ്രതിനിധി സംഘം വരണം, അവർ പരിശോധിക്കണം, അത് വിലയിരുത്തിയതിനു ശേഷം തിരികെ പോയതിനു ശേഷം അവർ ഔദ്യോഗികമായിട്ട് അറിയിക്കണം. പക്ഷേ അക്കാര്യങ്ങളൊന്നും ഈ കാലയളവിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അത് സംബന്ധിച്ച് യാതൊരുവിധ വിവരവും ആൻഡ്രൂ അഗസ്റ്റിനോ അല്ലെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാനോ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ 130 കോടി രൂപ നൽകിയെന്ന് പറയുന്നു, അത് രേഖ ഒപ്പുവെച്ചു എന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു തുണ്ട് കടലാസ് പേപ്പർ പോലും ഹാജരാക്കാനോ അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോലും ഇതുവരെയും ആൻഡ്രൂ അഗസ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം ഒരു നുണയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആരാധകർ വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഇത്തരത്തിൽ ലയണൽ മെസ്സി നമ്മുടെ നാട്ടിൽ വന്ന് പന്ത് തട്ടുകയും അത് ലൈവായി കാണാൻ സാധിക്കുമെന്നൊക്കെ കരുതിയിരുന്ന ആരാധകർക്ക് മുമ്പിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലും തരത്തിലൊരു സ്കോപ്പ് ഉണ്ടോ ഇനി അടുത്ത വിൻഡോ ഓപ്പൺ ആകുമ്പോൾ മെസ്സിയും അർജന്റീനൻ ടീമും ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ജൂലൈയിൽ ഫിഫ വേൾഡ് കപ്പിന് മുൻപ് ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് മാർച്ചിൽ ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ഫിഫയുടെ ആ വിൻഡോയിൽ കേരളത്തിലെത്തും എന്നൊരു അവകാശവാദമാണ് ഇപ്പോൾ സ്പോൺസർമാർ ഉന്നയിക്കുന്നത്. പക്ഷേ നവംബറിൽ എന്തായാലും മെസ്സിയും അർജന്റീനിയൻ ടീമും കളിക്കാൻ വരില്ലെന്ന് ഉറപ്പായി. അത് മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കത്തയച്ച് ഉണ്ടാക്കിയ പ്രശ്നമല്ല, മറിച്ച് ഫിഫയുടെ അംഗീകാരം സ്റ്റേഡിയത്തിന് നേടിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സൗഹൃദ മത്സരം നടപ്പാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു, സ്പോൺസർമാർ പരാജയപ്പെട്ടു എന്ന വിമർശനത്തോടെയാണ് ഫിഫ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അവരൊരിക്കലും പ്രഖ്യാപിച്ചിരുന്നില്ല, കളിക്കാൻ തയ്യാറാണെന്ന് മാത്രമാണ് അർജന്റീനിയൻ ടീമും പറഞ്ഞിരുന്നത്. കളിക്കും, ഇവിടെ എത്തും, കേരളത്തിൽ മെസ്സി വരുന്നതിന് മുമ്പും മെസ്സി വന്നതിന് ശേഷവും എന്ന രീതിയിൽ ഫുട്ബോൾ അന്തരീക്ഷം മാറും എന്നൊക്കെയുള്ള വാക്കുകൾ വിശ്വസിച്ച ആരാധകരാണിപ്പോൾ നിരാശയിലായത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.